നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ഈക്വൽ ടു എക്സ് മൈനസ് 3 ആണെങ്കിൽ ആയാൽ എക്സ് എത്ര? അപ്പോൾ നമ്മൾ വാല്യൂ ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്, എക്സിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻസ് എടുത്ത് ചെയ്യണം. ആദ്യം നമ്മൾ എക്സിന് സീറോ ഇട്ട് കൊടുക്കും. അപ്പോൾ എക്സിന് നമ്മൾ സീറോ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 ഈക്വൽ ടു 3. അപ്പോൾ 1 നോട്ട് ഈക്വൽ ടു 3 അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. നെക്സ്റ്റ് എക്സിന് 1 ഇട്ട് കൊടുക്കും. ഓപ്ഷൻ ബി ചെയ്യും. ഓപ്ഷൻ ബി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എക്സിന് എന്ത് വാല്യൂ കിട്ടും? എക്സ് ഈക്വൽ ടു, അപ്പോൾ 0 നോട്ട് ഈക്വൽ ടു -2 കിട്ടും. എക്സിന് 1 എടുത്ത് ചെയ്യുമ്പോൾ 0 നോട്ട് ഈക്വൽ ടു -2 ആണോ? 0 ഈക്വൽ ടു -2 ആണോ? അല്ല, നോട്ട് ഈക്വൽ ടു -2 ആണ്. അപ്പോൾ അതും തെറ്റാണ്. ഈ നെക്സ്റ്റ് ഓപ്ഷൻ സി. ഓപ്ഷൻ സിയുടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 2 ഇടുമ്പോൾ മോഡുലസ് ഓഫ് 2 - 1 ഈക്വൽ ടു മോഡുലസ് ഓഫ് 2 - 3. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 1 ഈക്വൽ ടു മോഡുലസ് ഓഫ് -1. അപ്പോൾ ഏതൊരു നെഗറ്റീവ് നമ്പറിൻ്റെ മോഡുലസും നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവായിട്ടാണ് കിട്ടുന്നത്. 1 ഈക്വൽ ടു 1 കിട്ടും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എക്സിന് 2 കൊടുക്കുമ്പോഴാണ് ആ രണ്ട് ഇക്വേഷൻസും ഈക്വൽ ആയിട്ട് വരുന്നത്. പിന്നെ എക്സിന് 3 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അത് തെറ്റാണ്. 2 നോട്ട് ഈക്വൽ ടു 0 ആണ്.